RDX ആദ്യ വിഷയത്തിലേക്ക് നിയമസഭയിൽ വീണ്ടും താമര വിരിയിക്കുക എന്ന സ്വപ്നം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന BJPയെ ആര് നയിക്കും? അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ട്. സംഘടനാ സംവിധാനം എങ്ങനെ ചലിക്കുമെന്നതിന്റെ ഡ്രസ് റിഹേഴ്സലാകും അത്. സഭയിൽ സംപൂജ്യരാണെങ്കിലും കെട്ടുറപ്പുള്ള സംഘടനാ അടിത്തറയും പടിപടിയായി ഉയർത്തുന്ന വോട്ട് ഷെയറും കൊണ്ട് BJP കരുത്തുള്ള സംവിധാനമായി തുടരുന്നു. വോട്ടിനെ നിയമസഭാ സീറ്റാക്കാൻ കെൽപ്പുള്ളൊരു അധ്യക്ഷനെ തിരയുകയാണ് കേന്ദ്ര നേതൃത്വം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കെ സുരേന്ദ്രനെ മാറ്റില്ല എന്ന് കരുതുന്നവരുണ്ട്. വി മുരളീധരനും MT രമേശനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ളവർ യോഗ്യരാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ, ജേക്കബ് തോമസ് എന്നെല്ലാം പേരുകളും കേൾക്കുന്നു. അധ്യക്ഷനെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു എന്നാണ് വിവരം. അതിപ്പോൾ അവർക്ക് മാത്രം അറിയാവുന്ന സംഘടനാ രഹസ്യം. ആര് നയിക്കും കേരള BJPയെ? സാധ്യതകൾ എണ്ണുന്ന റിപ്പോർട്ട് കാണാം 59 സെക്കൻഡിൽ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഉടൻ സംസ്ഥാനത്തെത്തും. മറ്റന്നാൾ നോമിനേഷൻ സ്വീകരിക്കാനാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. RSS നേതൃത്വത്തിന്റെ അഭിപ്രായം ദേശീയ നേതൃത്വം തേടിക്കഴിഞ്ഞു. തീരുമാനവും എടുത്തുകഴിഞ്ഞെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുരേന്ദ്രൻ തന്നെ തുടരാം. വി മുരളീധരൻ ഉടൻ സംസ്ഥാനത്തെത്തണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചത് മറ്റൊരു സൂചനയാകാം. ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായാൽ കൊള്ളാമെന്ന ആഗ്രഹം ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിച്ചതാണ്. MT രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും അനുകൂലികൾ അവരുടെ പേരും പ്രതീക്ഷിക്കുന്നു. ഇതിനെല്ലാം പുറമെ ജേക്കബ് തോമസും അധ്യക്ഷനാകണമെന്ന ആഗ്രഹം ചില ഉപശാലകളെ അറിയിച്ചിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ നോമിനേഷനുകൾ വന്നാൽ മത്സരം കടുക്കുമെന്നുറപ്പ്. പക്ഷെ അത് ഒഴിവാക്കാനുള്ള എല്ലാ ഇടപെടലുകളും കേന്ദ്ര നേതൃത്വം നടത്തും. വരുന്ന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ BJP സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ നമുക്ക് ഇത് വിശദമായിട്ട് പരിശോധിക്കാം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാകും ആരാകും എന്നതാണ് ചർച്ച. ഒപ്പം സംസ്ഥാനത്ത് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി എന്ന നിലക്ക് എന്തായിരിക്കും ഓരോ നേതാക്കളുടെയും വിവരങ്ങളെന്ന് പരിശോധിച്ചു പോകാം. കെ സുരേന്ദ്രൻ ആണിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ. കെ സുരേന്ദ്രൻ്റെ അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും നമുക്ക് പരിശോധിക്കാം. തൃശ്ശൂരിലെ വിജയം ലോക്സഭാ വോട്ട് ശതമാനം 16.8 എന്ന മികച്ച നിലയിലേക്ക് എത്തിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ സമര പരമ്പരകൾ നടത്തി കെ സുരേന്ദ്രൻ്റെ അധ്യക്ഷ പദവിയിലുള്ളായിരുന്നപ്പോൾ BJPയിലേക്ക് സമ്മതരെ ഉൾപ്പെടെ എത്തിച്ചു എന്നത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയുന്നൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സ്ഥാനമാറ്റം ഗുണം ചെയ്തേക്കില്ല എന്ന ഒരു നിലപാട് കൂടെ സുരേന്ദ്രൻ തന്നെ തുടരാനുള്ള കാര്യം ആയിട്ട് വരും. ഈഴവ വിഭാഗത്തിലെ പ്രതിനിധി എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് അനുകൂല ഘടകമായിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തുടരുമ്പോൾ ഗ്രൂപ്പുകാർക്ക് മാത്രം പരിഗണന, മുതിർന്ന നേതാക്കളെ പോലും ഒരുമിച്ച് നിർത്താനാകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികൂല ഘടകമായിട്ട് പറയുന്ന കാര്യങ്ങളിലൊന്ന്. കുഴൽപ്പണ ഇടപാടും മഞ്ചേശ്വരം കോഴക്കേസും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള പ്രതിച്ഛായ ഒരല്പം മോശമാക്കി എന്ന കാര്യമുണ്ട്. പൊതു തെരഞ്ഞെടുപ്പുകളിലെ ദയനീയ പരാജയം, വോട്ട് ശതമാനം കൂട്ടുമ്പോഴും പരാജയം ഉണ്ടാകുന്നു എന്നത് അദ്ദേഹത്തിന് എതിരായിട്ട് വരുന്നൊരു ഘടകമാണ്. BJPയിലെ RSS സംഘടനാ ജനറൽ സെക്രട്ടറിമാരുമായി ഉണ്ടായിരുന്ന അകൽച്ച കെ സുരേന്ദ്രന് അധ്യക്ഷ പദവിയിൽ തുടരാനുള്ള പ്രതികൂല ഘടകമാണ്. മറ്റ് നേതാക്കളെ കൂടെ നമുക്ക് പരിശോധിക്കാം. മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലെ പരിചയമാണ് അദ്ദേഹത്തിന് അനുകൂല ഘടകമായിട്ട് വരുന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിലെ പ്രവർത്തനം അദ്ദേഹത്തിന് ഒരു അനുകൂല ഘടകമാണ്. വി മുരളീധരന് BL സന്തോഷ് ഉൾപ്പെടെ കേന്ദ്ര നേതാക്കളുമായുള്ള അടുപ്പം അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം മത്സരിച്ചപ്പോൾ എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിഞ്ഞതോടെ മറ്റ് ചുമതലകളില്ല എന്നതും അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കാനുള്ള കാരണമാകുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ കണക്കാക്കുന്നു. നേരത്തെ കെ സുരേന്ദ്രൻ എന്ന പോലെ ഇദ്ദേഹവും ഈഴവ വിഭാഗത്തിലെ പ്രതിനിധിയാണ് എന്നതും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് BJPയിൽ കണക്കിലെടുക്കപ്പെടുന്ന സംഗതികളിൽ ഒന്നാണ്. പാർട്ടിയിൽ ഗ്രൂപ്പ് പോര് ശക്തമാക്കി എന്നത് എല്ലാ കാലത്തും വി മുരളീധരനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമാണ്. അത് പ്രതികൂല ഘടകമായിട്ട് അദ്ദേഹത്തിന് മേൽ വന്നേക്കും. കേരളത്തിനെതിരായ തുടർച്ചയായ പരാമർശങ്ങൾ സൃഷ്ടിച്ച പ്രതിച്ഛായ നഷ്ടം കേരളത്തിൽ ഒരു പ്രശ്നമാണ്. അത് പ്രതികൂലമായിട്ടുള്ളൊരു ഘടകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഈഴവ രാഷ്ട്രീയം കളിച്ച് NSSനെ അകറ്റി എന്ന ആക്ഷേപം ഒരു പ്രധാനപ്പെട്ട പ്രതികൂല സംഭവമാണ്. ശോഭാ സുരേന്ദ്രനെ നേതൃത്വത്തിൽ നിന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം വി മുരളീധരന് മേൽ കുറെ കാലമായി തന്നെയുമുണ്ട്. അതും അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. MT രമേശ് എടുത്താൽ അദ്ദേഹത്തിൻ്റെ അനുകൂല ഘടകങ്ങൾ RSS നേതൃത്വത്തിൻ്റെ പിന്തുണയാണ്. MT രമേശിന് RSSൻ്റെ വലിയ പിന്തുണയുണ്ട്. വി മുരളീധര വിരുദ്ധപക്ഷത്തിൻ്റെ ശക്തമായ പിന്തുണ MT രമേശിനാണ് എന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടുണ്ട്. മലബാർ മേഖലയിലെ നേതാവ്, മികച്ച സംഘടനാ പാടവം, ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരും. MT രമേശിന്
നായർ വിഭാഗത്തിലെ പ്രതിനിധിയാണ് എന്നത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ഉള്ള നേതാക്കൾ ഈഴവ വിഭാഗത്തിനായിരുന്നു എന്നതുകൊണ്ട് പ്രതികൂലമായിട്ട് അദ്ദേഹത്തിനും ഘടകങ്ങളുണ്ട്. അത് മെഡിക്കൽ കോളേജ് കോഴ കേസ് എന്ന അദ്ദേഹത്തിന് മേലുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. നിലവിലെ നേതൃത്വത്തോടുള്ള വിയോജിപ്പ് അദ്ദേഹത്തിനുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അത് അദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് വരും എന്നൊരു കാര്യമുണ്ട്. BJP-യിലെ ക്രൗഡ് പുള്ളറാണ്, കുറിക്കുകൊള്ളുന്ന പ്രസംഗങ്ങളുണ്ട് എന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുകൂല ഘടകമാണ്. ശോഭാ സുരേന്ദ്രൻ നേതൃനിരയിലെ ശക്തിയായുള്ള വനിതാ നേതാവാണ് എന്നത് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് കാണാം. ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിലും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലും മികച്ച പ്രകടനമായിരുന്നു എന്നത് കേരള രാഷ്ട്രീയത്തെ തന്നെയും ഞെട്ടിച്ചതാണ്. അത് അവർക്ക് അനുകൂലമായിട്ട് വരും. ഈഴവ വിഭാഗത്തിലെ പ്രതിനിധിയാണ് ശോഭാ സുരേന്ദ്രനും. അതും അവർക്ക് അനുകൂല ഘടകമായിട്ട് കണക്കിലെടുക്കാവുന്ന ഒരു കാര്യമാണ്. പ്രതികൂല സംഭവങ്ങൾ പക്ഷേ ശോഭാ സുരേന്ദ്രനുമുണ്ട്. അതിലേക്ക് വരാം. ശോഭാ സുരേന്ദ്രന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരിക, അനുകൂല ഘടകമായിട്ട് വരിക നിശ്ചയമായിട്ടും ഇതാണ്. അതായത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം അവർക്കുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരിക. എന്നാൽ പ്രതികൂല ഘടകങ്ങൾ അവർക്കുമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനെതിരായുള്ള പരസ്യ പ്രസ്താവനകൾ ശോഭാ സുരേന്ദ്രന് പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടി സംവിധാനത്തിനകത്ത് പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പോലും, എന്ന് വെച്ചാൽ പാർട്ടിയിലെ ഒരു ഇന്റേണലായിട്ടുള്ള കാര്യം പോലും എന്നവർ കണക്കാക്കുന്ന ഒരു കാര്യം പോലും പൊതുയിടത്തിൽ ചർച്ചയാക്കി എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് അവർക്ക് മേലുണ്ട്. പണ ഇടപാടുകളുമായുള്ള ബന്ധം എന്ന ആക്ഷേപം ശോഭാ സുരേന്ദ്രന് കുറേ കാലമായി തന്നെയുമുണ്ട്. അത് അവരെ പാർട്ടി അധ്യക്ഷ പദവി പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് അവരെ പിൻവലിക്കുന്ന ഒരു കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ അധ്യക്ഷനായേക്കും എന്ന ചർച്ച ഇപ്പോൾ വലുതായിട്ട് വരുന്നുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ മിന്നും പ്രകടനമാണ് രാജീവ് ചന്ദ്രശേഖരൻ അനുകൂല ഘടകമായിട്ട് ഉള്ളത്. NSS നേതൃത്വത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. യുവാക്കളിലും മധ്യവർഗത്തിനിടയിലും ഉണ്ടായ സ്വീകാര്യത രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായിട്ട് വരും. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കട്ടെ എന്ന് വിചാരിക്കാൻ ആളുകൾ അങ്ങനെ പറയുന്നു. സംസ്ഥാന വിഷയങ്ങളിൽ ഇപ്പോൾ സജീവമായിട്ട് ഇടപെടുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ അനുകൂല ഘടകമായിട്ടാണ് BJP-യിൽ അദ്ദേഹത്തിൻ്റെ ആരാധകരും മറ്റും കണക്കാക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ പുതുമുഖമാണ് എന്നത് കേരള സംസ്ഥാന അധ്യക്ഷനാകുന്നതിൽ അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രതികൂല ഘടകമാണ്. കോർപ്പറേറ്റ് മുതലാളി എന്ന ഇമേജ് അദ്ദേഹത്തിന് വലുതായി തന്നെയുണ്ട്. അത് ഒരു പ്രതികൂല ഘടകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സംഘടനയ്ക്കപ്പുറം സ്വന്തം PR വർക്ക് വല്ലാതെ നടത്തുന്നു. അത് പാർട്ടി സംഘടനയ്ക്ക് അപ്പുറത്തേക്ക് വളരുന്നു എന്ന പ്രതികൂല ഘടകമുണ്ട്. സംസ്ഥാന നേതാക്കളുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് വളരെ കാര്യമായിട്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികൂല ഘടകമായിട്ട് വരുന്നു. ജേക്കബ് തോമസ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ പേര് മുന്നിലേക്ക് വന്നത്. ജേക്കബ് തോമസിൻ്റേത് അഴിമതിക്കെതിരെ പോരാടിയ IPS-കാരൻ എന്ന കേരള സമൂഹത്തിനകത്തുള്ള അദ്ദേഹത്തിനുള്ള ഇമേജാണ് ഈ പറയുന്ന അനുകൂല ഘടകമായിട്ട് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ അണ്ണാമലൈ ഇഫക്റ്റ് ആവർത്തിക്കാം എന്നൊരു ചിന്ത നേതൃത്വത്തിൽ വന്നാൽ അദ്ദേഹം വന്നേക്കും. അതൊരു അനുകൂല ഘടകമായിട്ട് കണക്കാക്കാം. പാർട്ടിയെ നയിക്കാൻ കേന്ദ്രത്തിന് മുന്നിൽ പ്രത്യേക പ്ലാൻ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക പ്ലാൻ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അത് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് ചില വിഭാഗം. ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താനാകും ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിർത്തിയാൽ എന്ന് ഒരു വിഭാഗം വിചാരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. പക്ഷേ പ്രതികൂല ഘടകങ്ങൾ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല എന്നത് അദ്ദേഹത്തിന് മേലുള്ള അദ്ദേഹത്തിൻ്റെ മാർക്ക് കുറയ്ക്കുന്നൊരു സംഗതിയാണ്. ബ്യൂറോക്രാറ്റ് രാഷ്ട്രീയത്തോട് മലയാളിക്ക് പൊതുവിൽ വിമുഖതയുണ്ട് എന്നതും ഇത് BJP കേന്ദ്ര നേതൃത്വത്തിന് കണക്കിലെടുക്കേണ്ടി വരും. അദ്ദേഹത്തിന് നെഗറ്റീവ് മാർക്ക് കൊടുക്കുന്നു. സംസ്ഥാന നേതാക്കളുടെ പിന്തുണ ഇല്ല എന്നത് വളരെ വലിയൊരു നെഗറ്റീവ് സംഗതിയാണ് അദ്ദേഹത്തിന് മേലുള്ളത്. മറ്റ് നേതാക്കളെ പോലെ മികച്ച രാഷ്ട്രീയ പ്രാസംഗികനോ അത്തരത്തിലുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യവും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല എന്നതും ജേക്കബ് തോമസിന് വലിയ ഒരു നെഗറ്റീവ്, പിൻവാങ്ങാനുള്ള അദ്ദേഹത്തെ പോരാ എന്നൊരു തോന്നലുണ്ടാക്കാനുള്ള കാരണമുണ്ട്. ഏതായാലും ഈ നേതാക്കളുടെ പേരാണ് BJP സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ആര് വരും എന്നത് സംബന്ധിച്ച് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പേരുകളെല്ലാം അറിയാവുന്നതാണ്. വളരെ പരിചിതരായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളാണ്. BJP ഈ രണ്ട് മുന്നണികൾക്കിടയിൽപ്പെട്ടിട്ട് വളരെ പിന്നിൽ നിൽക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന തോന്നൽ ഒരുപാട് കാലം ഉണ്ടായിട്ട് പോലും പക്ഷേ ഈ നേതാക്കളൊക്കെ വളരെ പരിചിതരാണ്. വലിയ ഫാൻ ബേസ് തന്നെയുള്ള ആളുകളാണ്. ആരാകുമെന്നല്ല, എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്നാണ് ഹർഷൻ വിചാരിക്കുന്നത്? അല്ല, BJP ഇപ്പം നമ്മൾ പല പേരുകളും പറഞ്ഞു. പെട്ടെന്ന് ചില പേരുകൾ കേൾക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് BJP-കാർ തന്നെ ഉറപ്പിച്ചു പറയുന്ന പേരുകൾ നമ്മൾ പറഞ്ഞു. പക്ഷേ BJP-യുടെ കാര്യമാണ്, ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്ത ഉണ്ടാവാറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. കൗതുകകരമായ ചില നിയമനങ്ങൾ ആ നിലയ്ക്കൊക്കെ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അങ്ങനെ പറയാനാവില്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് വിലയിരുത്തി പോകേണ്ടതുണ്ട്. ഒന്ന്, എന്തൊക്കെ പറഞ്ഞാലും, അതായത് ദീർഘകാലം ഈ പറയുന്ന 4%, 5% എന്ന സ്ഥിതിയിൽ നിന്ന് ഘട്ടം ഘട്ടമായി കൈപിടിച്ചുയർത്തിയത് ആരെല്ലാമാണ്, എന്ത് ഫോർമുലയാണ് എന്നത് എന്തായാലും ദേശീയ നേതൃത്വം പരിശോധിക്കും. മറ്റൊരു സംസ്ഥാനത്തും ഉള്ള ഒരു സ്ഥിതിയല്ല. ഇവിടെ ഈ മുന്നണി രാഷ്ട്രീയം ഈ നിലയ്ക്ക് നിലനിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും BJP-ക്ക് അതിനിടയിൽ പിടിച്ചു കയറി വരിക അസാധ്യമായ ഒരു സംഗതി
സംഗതിയായി തന്നെ നിലനിൽക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ക്രമാനുഗതമായി അവരുടെ വോട്ട് ശതമാനം വർദ്ധിച്ചത്, എവിടെ നിന്നെല്ലാമാണ് വോട്ട് ചോർത്തിയത് എന്നത് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോരും എന്നതായിരുന്നല്ലോ പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനപ്പുറത്ത് ഇടതുപക്ഷത്ത് നിന്നുള്ള ഇഴവ് വോട്ടുകളെ കൂടി ചോർത്തിയെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ്, ഏറ്റവും ഒടുവിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച്. അപ്പോൾ അത് സ്വാഭാവികമായും കെ സുരേന്ദ്രനടക്കം ഉള്ളവർക്ക് അനുകൂലം. അതായത് കെ സുരേന്ദ്രൻ്റെ പേര് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ പറഞ്ഞ കെ സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ തീരുമാനം അങ്ങനെ ഈ രണ്ട് പേരിൽ ഏത് പേര് വന്നാലും ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ടാവാൻ സാധ്യതയില്ല. മാത്രമല്ല ഇതിൽ സംഘപരിവാർ അല്ലെങ്കിൽ RSS നേതൃത്വത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം വളരെ നിർണായകമാണ്. അത് ഇത്തവണ എന്തായാലും ഇവർക്ക് 4 പേർക്കും വലിയ എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. അതായത് ഈ പറഞ്ഞ മുഴുവൻ പേരുകളുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, ഈ 4 പേരുകളുടെ കാര്യത്തിൽ വലിയ എതിർപ്പ് RSS നേതൃത്വത്തിന് ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എപ്പോഴും പൂർണ്ണമായി RSS നേതൃത്വത്തിൻ്റെ തീരുമാനം അനുസരിച്ചല്ല BJP തീരുമാനമെടുക്കുക. അത് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ഈ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തയൊക്കെ വരുന്നത് അതിനപ്പുറത്തൊരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയ്ക്ക് BJP സ്വന്തം നിലയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ആ തീരുമാനത്തിന് മേൽക്കൈ ലഭിക്കുമ്പോഴാണ്. ഇവിടെ ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ കാര്യം നമ്മൾ എടുത്താൽ, കെ സുരേന്ദ്രൻ ഒരു മികച്ച BJP സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ആ കാര്യത്തിൽ തർക്കമില്ല. ബാക്കി ഏതെല്ലാം തരത്തിൽ കേരളത്തിൽ വിമർശകർ എങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമ്പോഴും BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിച്ച പദ്ധതികൾ വളരെ കൃത്യമായി നടപ്പാക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവായിരുന്നു കെ സുരേന്ദ്രൻ. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാമല്ലോ, അവരുടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി സൂക്ഷ്മമായി പ്രാദേശിക തലത്തിൽ മുതൽ മുകളിലേക്ക് ഈ എല്ലാ ഭാരവാഹികളെയും 2 ഭാരവാഹികളാക്കാനുള്ള തീരുമാനം. സ്വാഭാവികമായി ആ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സനീഷ്, നേരത്തെ മുതൽ കേരളത്തിലെ BJP അറിയപ്പെട്ടിരുന്നത് ഒരു സവർണ പാർട്ടിയായിട്ടാണ്, സമ്പൂർണ്ണമായി ഒരു സവർണ പാർട്ടിയായിട്ടാണ്. അതുതന്നെയായിരുന്നു അതിൻ്റെ വളർച്ചയെ വല്ലാതെ മുരടിപ്പിച്ച് നിർത്തിയ ഒരു പ്രധാന ഘടകം. അതിനപ്പുറത്തേക്ക് ഇതിനൊരു വളർച്ചയുണ്ടാക്കാൻ തക്കവണ്ണം എന്താണ് വേണ്ടത്? ഭാരവാഹിത്വത്തിലേക്ക് ഇതര പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വരണം, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആളുകൾ വരണം. അത് സംഭവിച്ചത് സുരേന്ദ്രൻ്റെ കാലത്താണ്. അതായത് വളരെ പെട്ടെന്ന് ഈ സവർണ ഭൂരിപക്ഷ ഭാരവാഹിത്വമുള്ള പാർട്ടി എന്ന നിലയിൽ നിന്ന് ഏതാണ്ടൊപ്പത്തിനൊപ്പം ഈ OBCയിൽ നിന്ന് കൂടി ആളുകളെ എത്തിക്കാൻ വേണ്ട ഒരു ശ്രമവും അതിനുവേണ്ട ഇടപെടലും കേന്ദ്ര നേതൃത്വം ആഗ്രഹിച്ചു, അത് അദ്ദേഹം നടപ്പാക്കി. അത് വളരെ കൃത്യമായി നടന്നിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് ഏറ്റവും മിടുക്കനായ ഒരു നേതാവ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. കാരണം ഇപ്പോൾ വി മുരളീധരൻ, അദ്ദേഹത്തിന് ആഗ്രഹമില്ല ഇവിടെ പ്രസിഡൻ്റായിരിക്കണമെന്ന്. കെ സുരേന്ദ്രൻ തുടർന്നാൽ ഒരു കുഴപ്പമില്ലെന്നുള്ളത് മാത്രമല്ല, 2026 വരെ തുടരുമെന്നുള്ള സൂചന നേരത്തെ ജാവദേക്കർ നൽകിയിരുന്നതുമാണ്. ആ മട്ടിൽ പോകാനാണ് സാധ്യത എന്നുള്ളത്. കാരണം ഇലക്ഷൻ കാലമാണ്, 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. ഇതുവരെ നയിച്ചയാൾ തന്നെ നയിക്കട്ടെ എന്നുള്ള ഒരു ആലോചന പോയേക്കാം. വി മുരളീധരൻ്റെ ആലോചന അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിൻ്റെ ആലോചന ഒരുപക്ഷെ അദ്ദേഹത്തെ ദേശീയ ജനറൽ സെക്രട്ടറിയോ ആ നിലയ്ക്ക് സംഘടനാ ചുമതലയിലേക്കോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഇനിയിപ്പോൾ രാജ്യസഭാ MP ആയി തന്നെയോ അദ്ദേഹത്തെ ആ നിലയ്ക്ക് ദേശീയ തലത്തിൽ പരിഗണിച്ചേക്കും എന്നുള്ള ആലോചന തന്നെയാണ് അവർ, പ്രത്യേകിച്ച് വി മുരളീധരനൊപ്പം നിൽക്കുന്നവർ കേരളത്തിൽ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് മറ്റ് 2 പേരുകൾ നോക്കിയാൽ ശോഭാ സുരേന്ദ്രനേക്കാൾ സാധ്യത എനിക്ക് തോന്നുന്നു MT രമേശിനായിരിക്കും. ആ നിലയ്ക്ക് ഒരു കേഡർ എന്നുള്ള നിലയിൽ ഇവരെക്കാളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കെ സുരേന്ദ്രൻ തുടരട്ടെ എന്ന് തീരുമാനിച്ചാൽ ഈ തീരുമാനമെടുക്കുന്ന ആളുകൾ നല്ല തീരുമാനം എടുക്കുന്നതായിരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാലത്താണ് വലിയ തോതിലുള്ള മുന്നേറ്റം, വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടായത്. 2019 15.64% ആയിരുന്നത് 2024 19.23% വോട്ടായി. ആർക്ക്? NDAക്ക്. BJPക്ക് 16.68% ആയിരുന്നത് 2019 13% വോട്ടായി. എന്ന് വെച്ചാൽ 11നും 15നും ഇടയ്ക്ക് ശതമാനം വോട്ട് നേടുന്ന ഒരു വലിയ സംവിധാനമായിട്ട് BJPയെ മാറ്റിയത് ഈ കാലഘട്ടത്തിലാണ് എന്നത് കെ സുരേന്ദ്രൻ, അത് മറ്റു പല ഘടകങ്ങളുണ്ടാകാം, പക്ഷേ കെ സുരേന്ദ്രന് വളരെ അനുകൂലമായിട്ടൊരു കാര്യമാണ്. ഇതിനകത്ത് ജേക്കബ് തോമസിനെ ഞാനും തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു തീരുമാനം BJP എടുക്കുകയാണെങ്കിൽ, അതായത് തമിഴ്നാട്ടിൽ അണ്ണാമല ഉണ്ടാക്കുന്ന ഓളം കണ്ടിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുകയാണെങ്കിൽ ആ പാർട്ടി അവരുടെ ചരിത്രത്തിലെടുത്ത ഏറ്റവും വലിയ തമാശ നിറഞ്ഞ തീരുമാനങ്ങളൊന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഹർഷൻ പറഞ്ഞ കാര്യങ്ങളോട് കുറേയേറെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക എന്നൊരു തോന്നലാണ് എനിക്കുമുള്ളത്. എൻ്റെ തോന്നൽ, പക്ഷേ അതിനോട് ഞാൻ വിയോജിക്കുന്നൊരു കാര്യം, RSS ആയിരിക്കും അവസാനത്തെ കാര്യം പറയുക എന്നാണ് ഇവിടെ. അതുപോലെ RSSും കേന്ദ്ര നേതൃത്വവും അടുത്ത ദിവസം ഈ മീറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഒറ്റ പേരും കൊണ്ടാണ് വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല പേരുകളായിട്ടല്ല, ഇതിനകത്ത് ഒറ്റ പേരായിരിക്കും. ആ ഒറ്റ പേരായിരിക്കും ഏതായിരിക്കും എന്നത് സംബന്ധിച്ച് എനിക്കൊരു ധാരണ അല്ലെങ്കിൽ ഒരു തോന്നൽ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ തോന്നലുകളല്ലല്ലോ ആ പാർട്ടി തീരുമാനിക്കുക. പക്ഷേ എന്നാലും അതിനകത്ത് നിന്ന് കെ സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ ഇന്നയാളായിരിക്കും പ്രസിഡന്റ് എന്ന കാര്യത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ആലോചന നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആക്കാൻ പറ്റുന്നൊരു നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മത്സരിച്ച സ്ഥലത്തെല്ലാം വലിയ വോട്ട് ശതമാനം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ വലിയ വോട്ട് സമാധാന ശേഷിയുള്ള BJPയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് ഞാൻ പറയും. മുരളീധരൻ ഒരുപാട് വോട്ടൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് സമാധാന ശേഷിയുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനാണ്.
കേരളത്തിലെ വനിതാ നേതാക്കളെ ആകെ എടുത്താൽ, എല്ലാ പാർട്ടികളുടെയും വനിതാ നേതാക്കളെ ആകെ എടുത്താൽ ഏറ്റവും എനർജറ്റിക് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നയാളും ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കാൻ അവർ പോകുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. അവർ ആക്കുകയാണെങ്കിൽ കേരളം പോലൊരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷയായിട്ട് ഒരു വനിത വരിക എന്നത് വലിയ സംഭവമാണ്. പക്ഷേ അവർ സമീപകാലത്തെങ്കിലും ഉണ്ടാക്കി അവർ വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് എന്ന തോന്നൽ, അല്ലെങ്കിൽ പാർട്ടി രഹസ്യങ്ങളെന്ന് കണക്കാക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു പ്രത്യേക സന്ദർഭത്തിൽ പുറത്തേക്ക് പറഞ്ഞു കളയുന്ന ആൾ വികാര വിക്ഷോഭത്തിൽ പറയുന്ന, അവർക്ക് അതിന് കാരണങ്ങളുണ്ടാവും. പക്ഷേ അങ്ങനെ പറയുന്ന ഒരാൾ എന്നത് ഒരുപക്ഷെ അവരെ പിന്നിലേക്ക് വലിച്ചിരിക്കാം. MT രമേശാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചോയ്സായിട്ട് വരിക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നമ്മളല്ല തീരുമാനിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെയും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ കേരളം പോലൊരു സ്ഥലത്ത് ഇപ്പോൾ ഈ നേതാക്കൾ BJPക്ക് കേരളത്തിലെ പൊതുവിൽ ഈ UDF LDF പറയുന്ന രാഷ്ട്രീയത്തോടൊക്കെ വലിയ വിയോജിപ്പുള്ള സംഘമാണ് BJP. പിന്നെ അവരുടെ അനുയായികൾ കേരളത്തെ കേരളം എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ കേരളത്തെ തന്നെയും എതിർക്കുന്ന അനുയായികളുടെ രാഷ്ട്രീയ പാർട്ടിയാണത്. പക്ഷേ ഒരിക്കലും അവരുടെ നേതാക്കൾ കേരളം എന്ന ഒരു പൊതുസംഗതിയെ വല്ലാത്തോതിൽ പുച്ഛിച്ചിട്ടല്ല നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളാരും കേരളത്തിലുള്ള നേതാക്കളാരും പോകാറ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കാൻ പോകുന്ന ഈ നാടിനെ പരിഹസിക്കുന്ന ഒരു ആളായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ വർത്തമാനം അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി, അദ്ദേഹത്തിന് മലയാളം അങ്ങനെ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലിയിലൂടെ ഈ കേരളത്തെ പരിഹസിക്കുന്ന വരുമ്പോൾ കുറേ കൂടെ കൂടുതലായിട്ട് പരിഹാസം വരും. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ സംസ്ഥാന അധ്യക്ഷനാക്കും BJP എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് സംവിധാനങ്ങളെ ഓടിക്കാനും മാത്രം അദ്ദേഹത്തിന് അറിയാം എന്നതുകൊണ്ടും നിറയെ അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നതുകൊണ്ടും അദ്ദേഹത്തിന് അറിയാമെന്നൊരു സംഗതി അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതായാലും തിങ്കളാഴ്ച നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കരുതുന്നത്, ബാക്കി ഞാൻ പറയാം. BJP പ്രസിഡന്റ് ആര് എന്നത് BJPക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. കേരളത്തിൽ 16% വരെ വോട്ടുള്ള വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് എത്തുന്നയാളുടെ രാഷ്ട്രീയ യോഗ്യതയും അയോഗ്യതകളുണ്ടെങ്കിൽ അവയും നമ്മുടെ എല്ലാവരുടെയും കാര്യമാണ്. അവരെന്ത് ചിന്തിക്കുന്നു എന്നത് നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പലതോതിൽ ബാധിക്കുന്ന കാര്യം തന്നെയാകും. അത്രയ്ക്ക് സാമൂഹ്യ സ്വാധീന ശേഷിയുള്ള പദവി തന്നെയാണ് BJP കേരള അധ്യക്ഷൻ എന്നത്. ഞാൻ ഈ പറഞ്ഞ ഇതേ വലുപ്പത്തിലുള്ള ഗൗരവവും കേരളത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുള്ള ബോധ്യവും ഉള്ളിലെങ്കിലും സൂക്ഷിക്കുന്ന ഒരു നേതാവ് വരട്ടെ ആ പദവിയിലേക്ക് എന്ന് RDX പ്രതീക്ഷിക്കുന്നു. ആ പദവിയിലേക്ക് നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ബോഡി ഏതായാലും അവർ ഈ കാര്യങ്ങൾ കൂടെ പരിഗണിക്കുമെന്നും RDX വിചാരിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്.